ഇന്നലെ ബജറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ ബജറ്റിനെ കുറിച്ചിട്ട് സൂര്യക്ക് എന്താ അഭിപ്രായം തോന്നിയത്? നമുക്ക് ഒരു അവഗണന നൽകിയോ അതോ കൂടുതൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കാണോ പ്രാധാന്യം കൊടുത്തത്? അതെ, നമുക്ക് ഈ ഒരു ബജറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ട് ബീഹാറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പൊതുവെ അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന 14 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അത് 14 നിരാകരിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ കേന്ദ്രം ആ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം, എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും വയനാടിന് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് എന്ന രീതിയിൽ പ്രത്യേക പാക്കേജ് അതെങ്കിലും കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതുപോലും തള്ളുന്ന രീതിയിലായിരുന്നു ഈ വട്ടത്തെ ബജറ്റ് പ്രഖ്യാപിച്ചത്. പിന്നെ വേറൊരു കാര്യം, ബീഹാറിന് മുൻഗണന കൊടുത്തു എന്നതിൽ എത്രമാത്രം ഒരു പ്രാധാന്യം ഉണ്ട്? അതെ, കാരണം ബീഹാറിനായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കൃഷിക്കായാലും, കൃഷി ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിലും കൂടുതൽ കൃഷിക്കാരൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആവണം, അങ്ങനെയായിരുന്നു. പിന്നീട് നമ്മുടെ നിർമ്മല സീതാറാം ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ആയാലും അതൊക്കെ നോക്കുമ്പോൾ ഒരു ബീഹാറിന്റെ ടച്ചുള്ള ആ ഒരു രീതിയിലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി എന്താ ഇത് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് എന്നുള്ളത്. പക്ഷെ അതിൽ വേറൊരു എടുത്ത് പറയാനുള്ളത്, ബീഹാറിന്റെ സംസ്കാരവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ആവശ്യങ്ങൾ കൂടുതലും ബീഹാറിലുള്ള സാധനങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിമാനത്താവളത്തിന്റെ IIT-കളുടെ നിർമ്മാണമായാലും പിന്നെ കൃഷിയുടെ കാര്യമായാലും അങ്ങനെ പൊതുവായിട്ട് നോക്കുമ്പോൾ കൂടുതലും വരുന്നത് അവിടെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെ കേരളത്തിന് ഒരെണ്ണം പാലക്കാട് IIT-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതും ബീഹാറിന്റെ IIT-കളിൽ നിന്ന് പരിഗണന കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഒരെണ്ണം കിട്ടിയിരിക്കുന്നത്. അതെ, അതുപോലെ അപ്പൊ നമുക്ക് പൊതുവായിട്ട് നോക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്, കേരളത്തിനെ അവഗണിച്ചു എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇനിയിപ്പോ കടമെടുക്കുക എന്നൊരു ഓപ്ഷനിലേക്ക് പോയിരിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ കടമെടുക്കുകയാണ്. കേരളം മാത്രമല്ല, അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, കേരളം മാത്രമല്ല ഈ കടമെടുപ്പിന് പോകുന്ന മറ്റു സംസ്ഥാനങ്ങളും പോകുന്നുണ്ട്. ബീഹാർ ഒഴിച്ചു നിർത്തിയാൽ ഇലക്ഷൻ മുൻനിർത്തിയാണ് ബീഹാറിനെ പരിഗണിച്ചത് എന്നുള്ളൊരു വാദത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതെ, കാരണം എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ 3ാമത്തെ വർഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിനെ കുറച്ചും കൂടി പെട്ടെന്ന് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ കുറച്ചും കൂടി പെട്ടെന്ന് സർക്കാരിന് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാവണം. അതുകൊണ്ടായിരിക്കും അവരെടുത്തൊരു പദ്ധതിയിൽ വരുന്നത് താമരമൊട്ടുകള്, അതിന്റെ താമര വിത്തുകള് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ അതിന്റെ വിളവെടുപ്പ് നടക്കട്ടെ എന്നും പറയുന്നതൊക്കെ. താമര എന്നത് ഒരു BJP-യുടെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കൂടുതൽ താമരമുട്ടുകൾ വിരിയിച്ചെടുക്കട്ടെ എന്ന് പറയുന്നത് അത് നമുക്കൊരു 2 രീതിയിൽ നമുക്ക് എടുക്കാം. അത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു BJP എന്നുള്ള ഇതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ശരിക്കും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ BJP-യുടെ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ നോക്കുന്നത് പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ആ ഒരു പരിഗണന കൊടുക്കാത്തത്. കാരണം കൂടുതലും BJP-ക്ക് അങ്ങനെ വോട്ട് അധികം കിട്ടാറില്ല, അതുകൊണ്ടാവണം. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരായാലും അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുമില്ല. നമുക്ക് ഇത്തരം പരിഗണന കിട്ടാത്തതിൽ എന്തെങ്കിലും നിരാശയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം എന്താ പറയാ, പിന്നോക്കം നിൽക്കുന്നതായിട്ട് ആദ്യം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം നമ്മൾ പരിഗണിക്കാം എന്നുള്ളത്. അതെ, കാരണം അവര് തന്നെ ഒരു മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് വേണ്ടത് ചോദിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രതിനിധീകരിച്ചിട്ട് ആരുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. എനിക്ക് ഒരു പക്ഷേ ചിലപ്പോ BJP പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇലക്ഷൻസ് നടന്നാലും കൂടുതലായിട്ട് ഒരു BJP-യുടെ ഭാഗത്തു നിന്നൊരു സ്ഥാനാർത്ഥി നമ്മുടെ കേന്ദ്രത്തിലേക്ക് ഒന്നും എത്തുന്നില്ല. കൂടുതലായിട്ട് നമ്മൾ കേരളക്കാര് BJP പ്രോത്സാഹിപ്പിക്കാത്തതും ഒരു കാരണമാവാം അവഗണനയിലേക്ക്. പക്ഷെ ഉള്ള പേര്, അതായത് സുരേഷ് ഗോപി പോലത്തെ കേന്ദ്രമന്ത്രി പോലും ഇതിനെതിരെ ഒരു പ്രതികരണം ഉന്നയിച്ചത് ഉള്ള ഇതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ. അതെ, അതുപോലെ തന്നെ നമുക്കിപ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ആ ഒരു കിട്ടിയത് കൊണ്ട് അങ്ങനെ അങ്ങ് പോവൂ എന്ന രീതിയിലായിരുന്നു. കാരണം അദ്ദേഹത്തിന് പോലും അതിനൊരു സങ്കടമില്ല കിട്ടിയില്ല എന്നത്. കാരണം നമ്മൾ കൊടുത്ത 14 ആവശ്യങ്ങളും നിരാകരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിലാണ്. അപ്പം ശരിക്കും നമ്മളെ ഇഗ്നോർ ചെയ്ത് അവഗണിച്ച ഒരു അവസ്ഥ തന്നെയായിരുന്നു.